ഹലോ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് സ്നാക്സ് ബോക്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവില്ലേ എന്നത് വീഡിയോ. അപ്പോൾ ഇതാക്കു ബേബി ഇതാ ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ടോ സ്കൂളിൽ പോകുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായി സ്കൂളിൽ പോയിട്ട് അതിന് ശേഷം മടി ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ മടിയൊന്നുമില്ല. ഞാൻ സ്നാക്സ് ബോക്സ് റെഡിയാക്കിയാലും അവനതൊന്ന് ജസ്റ്റ് നോക്കൂ കേട്ടോ. അവൻ തന്നെ ഡാഡേനെയൊക്കെ വിളിക്കും. കാരണം ഒരു കാര്യമില്ല, ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റിട്ട് ഡാഡ നീച്ചാൽ മാത്രം നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ എന്നെ ഇപ്പോൾ ഫ്രണ്ട്സ് ഇരുന്ന് അവൻ തട്ടി ഗൈസ്. അപ്പോൾ അവനാണ് ഇരിക്കുന്നത്. അപ്പോൾ അവൻ പറയാം, ഞാനല്ലേ സ്കൂളിൽ പോകണമേ, ഞാൻ ഇരുന്നുകൊണ്ട് കേട്ടോ. അപ്പോൾ ഡാഡ കാണിച്ചിരുന്ന സമയമാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാം 9:15 അവൻ സ്കൂൾ ടൈം. പക്ഷെ ഞങ്ങൾ എപ്പോഴും അവനെ ലേറ്റ് ആക്കിയിട്ടേ കൊണ്ടുപോകാറുള്ളൂ. അപ്പോൾ ഡാഡിയും മോനും, അമ്മയും വേണം ഡാഡിയും വേണം, രണ്ടുപേരും അവനെ കൊണ്ടാക്കാൻ വേണം കേട്ടോ. ഇനിയിപ്പോൾ ഡാഡ വന്നില്ലെങ്കിൽ അമ്മ വേണം എന്നാണ് അതിന് നിർബന്ധമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അവൻ തന്നെ ഒക്കെ പഠിച്ചു കൂട്ടിയിരുന്ന കൊടയൊക്കെ തന്നെ അവൻ തന്നെ ആ ഇതിൽ കൊണ്ടുപോയിട്ട് ക്ലാസ്സിൽ കയറുമ്പോൾ ഡാഡ വാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ക്ലാസ്സിലാണ് കയറി കഴിഞ്ഞാൽ ആശയം നമ്മളൊന്നും വേണ്ട ഗൈസ്. അതിനുശേഷം ഞങ്ങൾ കടയ്ക്ക് പോകുന്നു കേട്ടോ. പക്ഷെ കുട്ടിയുടെ വിചാരം ഞങ്ങൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കടയിൽ വന്നിട്ട് ഫോട്ടോഷൂട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു, ഓർണമെൻറ്റ്സ് ഒക്കെ നോക്കി അതാണ് പരത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് അടുക്കി വെച്ച കടയായിരുന്നു. ഞാൻ എല്ലാം നശാക്കി ഗൈസ്. പിന്നെ കുറച്ച് നേരം ഞാൻ ടയേർഡായി പിന്നെ ഫോണിലൊക്കെ കളിച്ചു കേട്ടോ. ഇതാ കണ്ണേട്ടെ ഇങ്ങനെ പറയുമായിരുന്നു എൻ്റെ അടുത്ത്, ഞാൻ എത്ര അടക്കി വെച്ച കടയാണിത് എന്നൊക്കെ കേട്ടോ. അങ്ങനെ അത് വന്ന് എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. ഒരു ബോട്ടിൽ വെള്ളം പോലും ഞാൻ എടുത്തത്. അതുകൊണ്ട് കണ്ടിട്ട് എനിക്ക് വെള്ളം വാങ്ങി തരില്ല പറഞ്ഞു. പിന്നെ ഈ വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ കുടിക്കുന്നില്ല ഗൈസ്. അത് ഡേറ്റ് കഴിഞ്ഞുകൊണ്ട് എന്നെ കുടിക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഈ കാണുന്ന ഹാപ്പിനെസ് എന്ന് വെച്ചാൽ അവന് യൂണിഫോം കിട്ടി തന്നെയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നു. യൂണിഫോം ഇട്ട് നാളെ പോവാലോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു കുട്ടി യൂണിഫോം കിട്ടി കഴിഞ്ഞിട്ടോ. അത്രയും ഹാപ്പി ഉണ്ടാവും ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ. വീട്ടിലൊക്കെ വരാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആശാന് കാറിൽ കയറി കഴിഞ്ഞാൽ അപ്പം വിശപ്പ് തുടങ്ങും കേട്ടോ. അപ്പം നമ്മൾ പോയിട്ട് നമുക്ക് അമ്മായിയുടെ വീട്ടിലേക്ക് പോകാണ്ടായിരുന്നു. കുഞ്ഞാവ് വന്നല്ലോ. അപ്പോൾ കുഞ്ഞാവിനെ കാണാൻ വേണ്ടി അപ്പോൾ നമ്മൾ എന്തെങ്കിലും ലേറ്റായിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലേറ്റായിട്ട് സമൂസയൊക്കെ കഴിച്ചു. വരണ വഴിക്ക് ഡാഡയ്ക്കുമ്പോഴും എൻ്റെ പൈസ ചിലവാക്കാൻ തന്നെ ഗൈസ് പണി ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് റംബൂട്ടാൻ വേണം, മാങ്ങ വേണം, അത് വേണം. മാങ്ങ എനിക്കാണ് കേട്ടോ. ഞാൻ മാങ്ങ മാത്രം വാങ്ങിക്കാൻ പോയി എന്നെയും കൊണ്ട് റംബൂട്ടാനൊക്കെ വാങ്ങിപ്പിച്ചു കേട്ടോ. ആ രോധനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു റംബൂട്ടാനാകാം 6 എണ്ണ ഉണ്ടായിരുന്നു, 100 രൂപയാണ് എന്ന്. ഞാൻ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വെറുതെ വാങ്ങുകയാണ്. ഇതൊരു കഴിച്ചതിട്ടില്ലേന്ന് കേട്ടോ. അവനൊരു ക്ഷമ ഉണ്ടായിരുന്നില്ല. കാറിൽ തന്നെ കഴിക്കണം എന്നായിരുന്നു. കഴിച്ച് നോക്കിയപ്പോൾ അവന് ഇഷ്ടമായില്ല കേട്ടോ. അവൻ കഴിക്കാറുണ്ട്, പക്ഷെ ഇതെന്തോ അവന് ഇഷ്ടമായില്ല എന്ന് അവൻ പറഞ്ഞിട്ടോ. പക്ഷെ എനിക്കറിയാം ഗായ്സ്, ഇത് അവന് വേണ്ടിയിട്ടല്ല, ഇത് കുട്ടിയുടെ ഡാഡയ്ക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ അവർ രണ്ടുപേരും പാടെ റംബൂട്ടാനൊക്കെ വെച്ച് ഞങ്ങൾ നേരെ അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടോ. അമ്മയുടെ വീട്ടിൽ വന്നിട്ട് യൂണിഫോം അമ്മമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാനുള്ള തൊരയായിരുന്നു കേട്ടോ. യൂണിഫോം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ യൂണിഫോമൊക്കെ കാണിച്ചു. യൂണിഫോം ഇട്ടിട്ട് പിന്നെ ബാഗും ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ സ്കൂളിൽ പോകാൻ പറഞ്ഞിട്ട് നടക്കായിരുന്നു ഗായ്സ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 3 വീഡിയോ കോൾ ചെയ്തു അനിയ. അപ്പോൾ അവനൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഫുള്ള് നടത്തായിരുന്നു യൂണിഫോം ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ യൂണിഫോം എടുത്ത ഫോട്ടോ ഞാൻ അതിൽ ആഡ് ചെയ്യാം. എങ്ങനെ ഉണ്ട് നിങ്ങൾ പറയണ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.